എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു, കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ വീഡിയോയാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ പുഴയിൽ പോകും, പുഴയിൽ പോണ വീഡിയോ ഇടാം ചേച്ചിയും പിള്ളേരൊക്കെ വരുമ്പോൾ എന്ന്. പക്ഷെ അതിന് മുന്നേ ഞങ്ങൾ ഇന്നലെ പുഴയിൽ പോകാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ പുഴയിൽ പോവാണേ. ഞാനും മമ്മിയും പിള്ളേരും അടുത്ത വീട്ടിൽ സോണ എന്ന് പറയുന്ന കൊച്ചുണ്ട്, അവളും കൂടെ കേട്ടോ പുഴയിൽ പോകുന്നത്. കുറേ ഇങ്ങനെ ഒരു കുന്നത്താണ് ഞങ്ങളെ വീട്. കുന്നിറങ്ങി താഴോട്ട് പോകണം. പോകുന്ന വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാവേ. അടിപൊളി. ആദ്യം ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ നല്ല തെളിഞ്ഞ് കിടക്കുമായിരുന്നേ. വഴിയൊക്കെ തെളിച്ച് ഇപ്പം വഴിയൊന്നുമില്ല. ഇപ്പം വഴി ഞങ്ങൾ ഉണ്ടാക്കി വേണം പോകാൻ. വഴിയൊന്നുമില്ല, അവിടെ കാട് പിടിച്ച് ഇപ്പം ആരും പോക്കില്ല പുഴയിലേക്കൊന്നും. പുഴയിലേക്ക് ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു നിയമം വന്നിട്ടുണ്ടേ. അത് കാരണം ഇവിടുന്ന് ആരും പുഴയിൽ പോവില്ല. കാരണം ഇവിടുത്തെ ആൾക്കാർ കുടിക്കുന്നത് പുഴവെള്ളമാണ്. നല്ല മേളിൽ നിന്ന് ഓസ് കണ്ടോ, നല്ല മുകളിൽ നിന്ന് ഓസ് ഇടും. എന്താ ഈ പൈപ്പ് മണ്ണുള്ളതും മണ്ണില്ലാത്തതൊക്കെ ഉണ്ട്, പല സൈസിലുള്ളതാണേ. അങ്ങനെ മേളത്തെ പുഴയിൽ നിന്ന് മേളിൽ നിന്നേ ഇടും. അത് കാരണം അവിടുത്തെ പുഴയിൽ ആരും ഇറങ്ങരുത്, അങ്ങനത്തെ ഒക്കെ ഒരു നിയമമുണ്ട്. എന്നാലും കുറേ ആൾക്കാരൊക്കെ ഈ പുഴയിൽ ഇറങ്ങും. എന്നാലും ടാങ്കിലൊക്കെ വെള്ളം പിടിക്കുകയാണെങ്കിൽ ഈ ഉച്ച സമയത്തുള്ള വെള്ളമൊന്നും പിടിക്കത്തില്ല കേട്ടോ. രാവിലെയുള്ള വെള്ളമാണേ. അതിനിടയ്ക്ക് മമ്മി എന്തോ ആന അങ്ങനെ എന്തോ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളൊരു പഴം കാണിച്ചു തരുവാണേ. ആടോ നല്ല കുന്നാണ്, താഴത്തോട്ട് ഇറങ്ങിപ്പോകണം. നല്ല അവിടെ കവുങ്ങുതോട്ടവും വാഴത്തോട്ടവും ഒക്കെ ഉണ്ട്. അത് ഞങ്ങൾ ഈ ഇതിലേക്കൂടെ ആയിരുന്നു കേട്ടോ ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്നത്. അത് ഇറങ്ങിപ്പോകാനൊക്കെ സുഖമായിരുന്നു. ഇപ്പോൾ കാടും ഇപ്പോൾ കല്ലുണ്ടോ കുഴിയുണ്ടോ എന്നൊന്നും കാണാനും പറ്റുന്നില്ല. ഇപ്പം ആ പോകുന്നത് ആകെ പപ്പയും പോകും. പപ്പായി എങ്ങനെ ആയാലും പപ്പ പുഴയിൽ പോയേ കുളിക്കുള്ളേ. പപ്പയും വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനും കൂടെ പോയി നടന്നുണ്ടാക്കിയ വഴിയാണത്. അങ്ങനെ ഇപ്പോൾ ആണെങ്കിൽ ഞങ്ങൾ സുഖമായിട്ട് ഇറങ്ങി പോകുന്ന വഴിയിൽ വീടിൻ്റെ സൈഡിൽ ഒരു മതിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ? അത് ആ പറമ്പ് വേറെ ആർക്കോ കൊടുത്തു, അവിടെ റിസോർട്ട് വരാനേ. അത് കാരണം അവിടെ വലിയ വൻമതിലൊക്കെ വെച്ചേക്കുക. നിറച്ചും പാറയും കവുങ്ങും ഒക്കെ ആയിട്ട് അടിപൊളിയാണേ. പച്ചപ്പ്, ഫുള്ള് പച്ചപ്പാണ്. ഇപ്പോൾ ഈ വേനൽ സമയം ആയതുകൊണ്ട് പച്ചപ്പ് കാണാനേ വഴിയില്ല. പക്ഷേ ഇവിടെ നിറച്ചും പച്ചപ്പുണ്ടാവുമേ. അങ്ങനെ പാറയൊക്കെ ഉണ്ട്, വലിയ വലിയ പാറകളും. കാരണം ഞാൻ പറഞ്ഞില്ലേ വലിയ കുന്നാന്ന്. ആ കുന്നത്തുനിന്ന് ഞാനിവിടെ ഇറങ്ങി താഴെ എത്തി. എൻ്റെ കയ്യിൽ കുഞ്ഞുമുണ്ടേ. അതാ കുഞ്ഞിനെയും കൊണ്ട്, കുഞ്ഞു പുഴ കണ്ടില്ലല്ലോ, അവനെയും കൊണ്ട് പുഴ കാണിക്കാമെന്ന് വിചാരിച്ച് അവനെയും കൊണ്ടാണ് പോകുന്നത്. ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവന് വെള്ളവും പഴമൊക്കെ എടുത്തിട്ടുണ്ടേ. വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അവനിരുന്നു. അങ്ങനെ ഞങ്ങൾ വലിയ കാട് കഴിഞ്ഞ് അപ്പുറത്ത് പറമ്പിലോട്ട് ഇറങ്ങിയേ. അതിൽ വേണം മതിലൊക്കെ ചാടിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. വലിയ പാറയുണ്ട്, ആ പാറയൊക്കെ ചാടി മറിഞ്ഞ് കടന്ന് റബ്ബറും തോട്ടത്തിലോട്ടിറങ്ങി. അവിടെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പപ്പ വെട്ടിക്കൊണ്ടിരുന്ന റബ്ബറാട്ടോ. അപ്പോൾ ഒന്നും വെട്ടുന്നില്ല. ഇപ്പോൾ വേറെ ആൾക്കോ കൊടുത്തുകൊണ്ട് സ്ഥലമൊക്കെ കൊടുത്തില്ലേ, അപ്പോൾ വേറെ ആരൊക്കെയാണ് വെട്ടുന്നത്. പറങ്കിത്തോട്ടമൊക്കെ ഉണ്ട്. വലിയ പാറയുണ്ട് കേട്ടോ, കാണിച്ചു തരാവേ. ആ പാറ പേടിയാകും കേട്ടോ. അവിടെ പുലി വന്നിരിക്കുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല. പണ്ട് പുലിയുടെ ശല്യമൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ രാത്രിയിൽ പാറമടയിലൊക്കെ പുലി ഉണ്ടാവുമായിരുന്നു. പുലിയും കരടിയൊക്കെ ഉണ്ടായിരുന്നേ. അവിടെ ആയിരിക്കും ചിലപ്പം ഉണ്ട്, പാറമടയിലായിരിക്കും. അതാ വലിയൊരു പാറ ഉണ്ടല്ലേ, അതിലായിരുന്നു ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ പറ്റത്തില്ല, അടച്ചേക്കുക മതിൽ കാരണം. പുഴ എത്തിയേ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് പുഴയിലെത്തി. നല്ല രസം, പറങ്കിത്തോട്ടമാണേ. അങ്ങനെ ഞങ്ങൾ പുഴയിലെത്തി. നല്ല രസമാണ്. പുഴയിലേക്ക് പോകണമെങ്കിൽ തന്നെ നല്ല കല്ലും തെന്നും. മമ്മിയൊക്കെ ഇറങ്ങുന്നുണ്ട്. മമ്മി കുട്ടാപ്പിനെയും പിടിച്ചുകൊണ്ട് ഇറങ്ങുന്നത്. നിറച്ചും കല്ലും, വഴുക്കുന്ന കല്ല്. ആ ഇലകളൊക്കെ വീണ്ട ഇല ചവിട്ടിയാൽ നമ്മൾ വഴുക്കി വീഴും. അങ്ങനത്തെ ഏരിയയാണേ. കുട്ടാപ്പിയാണെങ്കിലോ ഞാൻ അവൻ ഇട്ടിട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അമ്മ വാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇറങ്ങി പുഴ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അടിപൊളിയാണ്. എത്രയോ വർഷമായി ഞങ്ങൾ പുഴയ്ക്ക് വന്നിട്ട്. പുതിയ കല്ലൊക്കെ വന്നിട്ടുണ്ട് അവിടെ. ഇത് ഓൾറെഡി ഉള്ള കല്ലാണേ, വലിയ വലിയ കല്ല്. നിങ്ങൾ ആരെങ്കിലും ടിക്കേ കോളനിക്ക് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ, ഈ വെള്ളത്തിൽ കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.
അങ്ങനെ പുഴയിലെത്തി. ഇനി പുഴയിൽ കുറച്ച് നേരം പുഴയിൽ ചാടി കുളിച്ച്, നല്ല തെളിഞ്ഞ വെള്ളമാട്ടോ, അടിയിൽ കല്ല് വരെയും കാണാൻ പറ്റും നമുക്ക്. നല്ല ആഴമുണ്ട്. കാണുമ്പോൾ വിചാരിക്കും ആഴമൊന്നുമില്ല, അടിയിൽ കല്ലൊക്കെ കാണുന്നുണ്ട്, പക്ഷെ നല്ല ആഴമുണ്ട്. ഈ ഇവിടെ ഒന്നും ആഴമില്ല, കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ആഴമാണ്. അടിയിലത്തെ കല്ലൊക്കെ തെളിഞ്ഞ് കാണും. അങ്ങനെ തെളിനീര് പോലത്തെ വെള്ളമാണ്, നിറച്ചും പാറയും പാറക്കെട്ടൊക്കെ ആയിട്ട്. പുഴയിൽ നിൽക്കുമ്പോൾ നമുക്ക് വിചാരിക്കും പേടിയാവും കേട്ടോ. പുഴയിൽ നിൽക്കുമ്പോൾ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ്. പുഴ വേറെ, അവിടെ നമ്മൾ വീട് പരിസരവും വേറെ, അങ്ങനെയായിട്ട് നിൽക്കുക. വലിയ പാറയുടെ ചുവട്ടിൽ വന്നിരിക്കുന്നത് കാണുമ്പോൾ പേടിയാവും, പാറ മറിയുമെന്നൊക്കെ. പക്ഷെ മറിയൊന്നുമില്ല, അതെന്തോ പണ്ടുള്ള പാറയാണ്. പാറയുടെ മേളിലൂടെ വരും കേട്ടോ വെള്ളമൊക്കെ വരുമ്പോൾ. മഴക്കാലം വരുമ്പം വെള്ളം കുറഞ്ഞ് വരും. ഇവിടുന്നൊക്കെ വെള്ളം പോകും. ആ താഴത്തോട്ട് ആ കറുത്തൊരു കല്ല് കാണില്ലേ, അവിടെ വരെയാകും കേട്ടോ വെള്ളം വലിഞ്ഞ്. ഇടമഴ പെയ്തിട്ട് നല്ല വെള്ളം വന്നു. വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ പുഴയിലേക്ക് ഇറങ്ങി. എപ്പോഴും മഴ പെയ്യാം, നല്ല ലെവൽ പെയ്യുന്നതിനൊന്നും. മഴ പെയ്താൽ കവിഞ്ഞൊഴുകും. ഇപ്പോൾ വെള്ളം കുറേ വറ്റി. അടിപൊളി ഏരിയ. You know just what you do to me. Play my emotions like a pair of puppet strings. Did it ever occur to you my heart's more than a toy? Please go easy on me, babe. Send message after message, forward my calls. Next day you hit me back like nothing happened at all. What about all the things you used to say to me? This ain't the way it's supposed to be. And you know I wouldn't do that to you. You know I wouldn't treat you that way, no. I've been running, can't catch up. Oh love, what I won't do. Oh, you got me chasing waterfall. Oh, you got me chasing waterfall. All of the times I've been there, times I came through, I'd meet you anywhere if it brought me closer to you. Distance is killing me, you make it so hard. Won't you let me love you, babe? Used to be optimistic, these days I just don't know. Pick a fence in the valley, I hope it's losing its hold. You know them other girls won't love you like I do. Can't afford to give up on you. And you know I wouldn't do that to you. You know I wouldn't treat you that way, no. I've been running, can't catch up. Oh love, what I won't do. Oh. ഹലോ, അങ്ങനെ ഞങ്ങൾ പുഴയിൽ കുളിച്ചു. കുഞ്ഞാപ്പിനെ കുളിപ്പിച്ചില്ല, കുട്ടാപ്പി ഞാനും. മമ്മി കുളിച്ചില്ല കേട്ടോ, കുഞ്ഞാപ്പിൻ്റെ അടുത്തോണ്ടിരിക്കുമായിരുന്നേ. മമ്മി കുളിച്ചില്ല, ഞാനും സോണയും കുട്ടാപ്പിയും കുളിച്ച് ഞങ്ങൾ പുഴയിൽ നിന്ന് പോയി. ഇത് കണ്ട് നിറച്ചും പറങ്കി മരം ഉണ്ട് അവിടെ. ഇവിടുന്ന് ഒരു ഇറക്കം തന്നെയായിരുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാനും സോണയും മമ്മിയൊക്കെ ആയിട്ട് ഇറങ്ങി. ചാടിയും ഇരുന്നോ നിരങ്ങിയൊക്കെ അങ്ങ് ഇറങ്ങി. ഇതൊരു പറമ്പാട്ടോ, ആൾക്കാരുടെ പറമ്പാണേ. കവുങ്ങുന്തോട്ടം, അവർ കവുങ്ങുന്തോട്ടം ഉണ്ടാക്കി. ഇവിടെ റബ്ബറും തോട്ടം. അങ്ങനെ അതൊക്കെ കടന്ന് വേണം ഞങ്ങൾ വീട്ടിലെത്താൻ. നമ്മൾ പെരും തണുപ്പാട്ടോ നമ്മൾ പുഴയിൽ നിന്ന് കയറി ആ കുന്നുമലയിൽ കയറി വീട്ടിലെത്തുമ്പോഴേക്കും ചൂടാവും. അത് കാരണം നനഞ്ഞ ഡ്രസ്സോടുകൂടി ചിലവരൊക്കെ കയറി പോവേ. അങ്ങനെ വീടും കയറി ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായി. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണേ. സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
കുട്ടാപ്പി ആട്ടോ പറയുന്നേ. കുട്ടാപ്പി പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യണം പറ. സപ്പോർട്ട് ചെയ്യണം, ഐക്കു സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഓക്കെ, ടാറ്റാ ടാറ്റാ, ബൈ 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 ബൈ, താങ്ക് യു. താങ്ക് യു.